ഇനി കാണാൻ പോകുന്ന മാംഗല്യം സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അത് നാളെ കാണാനുള്ള ഡീറ്റെയിൽ എപ്പിസോഡ് റിവ്യൂ ആണ് ഇന്ന് പറയുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡിൽ തന്നെ ഈ കല്യാണം, അത് ധനുഷും സ്നേഹയും തമ്മിലുള്ള വിവാഹം നടക്കുമോ, അതിൻ്റെ ഇടയ്ക്ക് അവന്തിയെ ഒപ്പിക്കുന്ന പണി എന്തൊക്കെയാണ്, അർച്ചനയ്ക്ക് സച്ചിയെ രക്ഷപ്പെടുത്താൻ പറ്റുമോ, ഇതെല്ലാം തന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട. വീഡിയോ കാണുന്നവരൊക്കെ ഇഷ്ടം പോലെ പേരാണ് ലൈക്ക് ചെയ്യുന്നവരും, പക്ഷേ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം ഇന്ന് എല്ലാവർക്കും ഒരു റിക്വസ്റ്റാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മടിയില്ല ചെയ്തേക്കണം കേട്ടോ. പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൂടെ കൊടുത്തേരെ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സ്നേഹയുടെ ബ്രൈഡൽ എൻട്രിയാണ്. അതായത് വധുവായി സ്നേഹ നേരെ എന്താണ് ധനുഷിൻ്റെ അടുത്ത് ഇരിക്കാനായി വരുവാണ്. അപ്പോഴത്തേക്ക് അച്ഛനും അതുപോലെ നന്ദനൊക്കെ ഭയങ്കര സന്തോഷത്തിനകത്താണ് ധനുഷിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സ്നേഹിക്കാണെങ്കിലോ അടിപൊളി സന്തോഷം. കാരണം ധനുഷൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ രാജകുമാരനല്ലേ, ഇവനെ ഒഴിച്ച് വേറെ ആരും കെട്ടാനല്ലോ. സ്നേഹ വന്ന് അവിടെ ഇരുന്ന് കാണുന്നതും ഏറ്റവും കൂടുതൽ കലി തോന്നുന്ന ഒരു വ്യക്തി ആരാണെന്നറിയാം, നമ്മുടെ അവന്തികയാണ്. അവന്തിക എന്താണ് ആ മണ്ഡപത്തിൽ നിൽക്കുന്നത്. അവന്തിക സാധാരണ എല്ലാ ജനങ്ങളും നിൽക്കുന്ന പോലെ തന്നെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം നോക്കാൻ നിൽക്കുന്നത്. അപ്പം ധനുഷ് എന്താണ് സ്നേഹയുടെ അടുത്ത് തന്നെ എന്താണ് സ്നേഹയുടെ വരനായി ധനുഷ് ഇരിക്കുന്നതും അതിനൊപ്പം സ്നേഹ ചിരിച്ച് സന്തോഷത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അവന്തിക ഇങ്ങ് നെഞ്ചങ്ങ് പൊള്ളുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് അവന്തിക പണി ഒപ്പിക്കാനുള്ള പണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അർച്ചനയും ബാക്കിയുള്ള 4 നായികമാരും, അതായത് 5 നായികമാരെ ഒരുമിച്ച് തന്നെ എന്താണ് കെട്ടിയിട്ടിരിക്കുകയാണ് മിന്നൽ ബിജുവിൻ്റെ ആൾക്കാരൊക്കെ. ഇവിടെ അവന്തികയാണെങ്കിലോ കല്യാണ മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നോക്കുന്ന ഫോണാണ് നോക്കുന്നത്. അപ്പോൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അർച്ചന ഈ വീഡിയോനെ അയച്ചു കൊടുത്ത് ഇതുവരെ ഇവൾ കണ്ടില്ലല്ലോ, ഇവൾ എവിടെ പോയി കിടക്കുന്നത്, ഇവർക്ക് ഇത് കണ്ട് ഒന്ന് വേഗം വന്ന് ഈ കല്യാണം മുടക്കിക്കൂടെ എന്നിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്താണ് മറ്റൊരാൾ വന്ന് അവന്തികയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ധനുഷ് എന്താണ് അവന്തികയെ തന്നെ നോക്കിക്കോ, അവന്തിക എന്തെങ്കിലും പണി ഒപ്പിക്കുമോ എന്നത് ധനുഷിനും ഒരു ചെറിയ പേടി ഇല്ലാതില്ല. കാരണം പരസ്പരം ചതിക്കാൻ നടക്കുന്ന 2 കൂട്ടങ്ങളാണ് ഈ ധനുഷും അവന്തിക. അപ്പം അവന്തികയെ ധനുഷ് നോക്കുന്നെങ്കിൽ ധനുഷ് അവന്തികയെ നോക്കുന്നു. അവന്തിക പിന്നെയും ധനുഷിനോട് സ്നേഹമുണ്ട്, പക്ഷേ ധനുഷിന് തിരിച്ചങ്ങനെ സ്നേഹം എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. അവന് വേണ്ടത് ഇവിടുത്തെ നെല്ലിശ്ശേരിയിലെ സാമ്പത്തികം മാത്രമാണ്. അപ്പോഴത്തേക്കും അവന്തിക ഈ കല്യാണത്തിന് മുടക്കാതിരിക്കാൻ ധനുഷ് അവന്തിക തന്നെ നോക്കിക്കുന്നത്. ഇവിടെ സേതുമാധവൻ പറയാം, മോളെന്താ അവിടെ നിന്ന്, മോൾ ഇങ്ങ് സ്റ്റേജിലേക്ക് വാ, ഇങ്ങ് മണ്ഡപത്തിലേക്ക് വാ. ഇല്ല അച്ഛാ ഞാൻ ഇവിടെ നിന്നോളാം. ഞാൻ ലാസ്റ്റ് അവിടെ തന്നെ നിൽക്കുക. അവിടെ നിൽക്കുന്ന മറ്റൊരു പണി ഒപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഇവിടോണത്താണെങ്കിലോ ഇവിടെ അർച്ചനേനെയും ബാക്കിയുള്ള എല്ലാ നായികമാരെയും കെട്ടിയിട്ടിട്ട് മിന്നൽ ബിജുവിൻ്റെ ആ ഒരു ഗുണ്ടാ സംഘത്തിനകത്തുള്ള ഒരു തലേരി ഉണ്ടല്ലോ, അതായത് ആ ഗുണ്ടകളുടെ പെൺഗുണ്ട, അവളാണെങ്കിൽ ഒരു തൂക്കും ചൂണ്ടി എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കുക. നിന്നെ ഒന്നും ഇവിടെ നിന്ന് ജീവനോട് ആരും പുറത്ത് വിടത്തില്ല, നിന്നെ ഒന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ ഒരുത്തനും പറ്റില്ല. അപ്പോൾ എന്താണ് ഇവരൊക്കെ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുത്താൻ വരുന്ന പ്രതീക്ഷ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പാർവതി എന്താണ് പാർവതിയുടെ ആ മനസ്സിനകത്ത് തോന്നുവാണ് ആരോ ഒരു രക്ഷിക്കാൻ വരുന്നുണ്ട്. അവൻ വരുന്നുണ്ട്, അവൻ കാടുകളുടെ നമുക്കായി തന്നെ കാത്തുന്ന അവൻ എന്താണ് നമ്മളെ തേടി വരുന്നത് ആരാന്ന് പറയുക, മൈക്കിൾ. അതായത് ഈശോ എന്ന് പേര് പറയാൻ വന്നിട്ട് മൈക്കിൾ എന്ന് വന്നില്ലേ, അന്ന് കേക്ക് വിഷം തന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം. അപ്പോൾ അവിടുത്തെ കേക്കിൻ്റെ വിഷം ഇന്ന് നേരെ നടക്കുന്ന കുടുംബശ്രീക്കകത്താണ് അതേപോലത്തെ വിഷത്തിൻ്റെ എപ്പിസോഡ് നടക്കുന്നത്. സെയിം കേക്ക് തന്നെയാണ് പരിപാടി. എന്നാണെങ്കിൽ ലോറി ഓടിച്ച് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും പാർവതി പറയുമോ എല്ലാവരും സങ്കടപ്പെടേണ്ട, അവൻ എന്തായാലും നമ്മുടെ അരികിൽ തന്നെ എത്തിക്കഴിഞ്ഞു പറയുമ്പം ഈ ഗുണ്ടാ തലവി പറയുവാണ് അങ്ങനെ ഒരുത്തനും ഇവിടെ വരാൻ പോലെ ഒരു ദൈവ അവതാരം വന്ന് നിങ്ങളെ ഇന്ന് ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്ന ആരും സ്വപ്നം കണ്ട ഇന്ന് നിൻ്റെയൊക്കെ അവസാനം ഇവിടെ ഇട്ട് തന്നെ നിന്നെയൊക്കെ അവസാനിപ്പിച്ച് നിന്നെയൊക്കെ വെട്ടിയരിഞ്ഞ് തുണ്ടായിട്ട് ആർക്കെങ്കിലും ഇന്നൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് ഞങ്ങൾ പോത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. അപ്പോഴത്തേക്ക് ഇവരുടെ ഇതൊക്കെ കേട്ടിട്ടും ഈ പാർവതി പറയുന്ന കേട്ട് എല്ലാവരും പ്രതീക്ഷയെ തന്നെ കാത്തിരിക്കുക ആരായിരിക്കും വരാൻ പോകുന്നത്. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് എൻട്രി വെച്ച് കഴിഞ്ഞു. ആരാന്നറിയോ, നമ്മുടെ മൈക്കിളിൻ്റെ ഉണ്ട്. അപ്പം മൈക്കിളിനെ കാണുമ്പോൾ തന്നെ ഈശോ അല്ല മൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അർച്ചനയെ കറക്റ്റ് ഓർമ്മ വരും. കാരണം അന്ന് കേക്കിൻ്റെ സമ്പത്തി രക്ഷിച്ച ആളല്ലേ. അപ്പം കറക്റ്റ് ഓർമ്മ വരുമ്പോഴത്തേക്ക് കറക്റ്റ് മൈക്കിളിൻ്റെ അടിയുടെ പൂരം പൊടിയേരി കഞ്ഞിയാണ്. നമ്മുടെ ഈ മിന്നൽ ബിജുവിനൊക്കെ അടിപൊളിയായിട്ട് ഏറി പറത്തിയെന്ന് തന്നെ പറയാം. അപ്പോഴത്തേക്ക് എന്താണ് അവിടെ കിടിലം ഫൈറ്റ് സീനാണ് തുടങ്ങുന്നത്. അപ്പോൾ ഫൈറ്റ് സീൻ്റെ ഇടയ്ക്കകത്ത് നമ്മുടെ നായികമാരൊക്കെ കെട്ടൂരിയൊക്കെ വിടുന്നുണ്ട്. ലാസ്റ്റ് എന്താണ് നമ്മുടെ അർച്ചനയ്ക്ക് സച്ചിനെ കെട്ടൂരി വിടാനൊക്കെ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കകത്താണെങ്കിൽ അർച്ചനയുടെ തല പിടിച്ച് ഇടിക്കാനും ഈ ഗുണ്ടകളും ഗുണ്ട തലവിമാരും ഒന്നും ചുമ്മാ നിൽക്കുന്നില്ല. ഒരു ഗുണ്ട തലവി അടിച്ചു വീഴ്ത്തിയപ്പം അടുത്ത ഗുണ്ട തലവി, അങ്ങനെ എന്താണ് ഓരോരുത്തരും മാറി മാറി അടിയാണ്. ലാസ്റ്റ് എന്താണ് ഈ സ്ത്രീകളും എല്ലാവരും ഇറങ്ങി അടിക്കുവാണ്. ലാസ്റ്റ് ഈ പറയുന്ന മൈക്കിൾ തന്നെ മിന്നൽ ബിജു ഉൾപ്പെടെ സംഘത്തിലെ എല്ലാവരെയും ഓരോന്നായിട്ട് എന്താണ് അടിച്ച് വീഴ്ത്തി പാളിഷാക്കി ഇട്ട് കഴിയുമ്പോഴാണ് ലാസ്റ്റ് പോലീസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴും അവർ വന്ന് എത്തിയിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്താണ് ഓരോ ആളെ നിന്നൊക്കെ അയച്ചെന്നൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് നിൽക്കുമ്പോഴത്തേക്കും നേരെ കാണിക്കുന്നത് ഇവിടെ കല്യാണ മണ്ഡപം. അപ്പോൾ കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന കാര്യമോ ഈ ഓരോ നിമിഷം കല്യാണത്തിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഈ കല്യാണത്തിനൊന്ന് താമസിപ്പിക്കുന്നത് പറഞ്ഞാൽ അവധിക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവധിക്ക് ഫോൺ നോക്കും, ഇത്ര നേരോട്ട് അർച്ചന ഈ ഫോണിനകത്ത് അയച്ച വീഡിയോ നോക്കില്ലോ, ഇവൾ എവിടെ പോയി കിടക്കുന്നത് അവധിക്ക് മറ്റൊരു ടെൻഷൻ. അപ്പോൾ അവധിക്ക് നോക്കി നിൽക്കുന്ന ധനുഷിന് അടുത്തൊരു ടെൻഷൻ,
ബാക്കി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ ലാസ്റ്റ് എന്താണ് സാധനം ആ കല്യാണ മുഹൂർത്തത്തിൻ്റെ നിമിഷമെത്തി. അങ്ങനെ ധനുഷിൻ്റെ താലി നേരെ സ്നേഹയുടെ കഴുത്ത് വരെ കൊണ്ടുവച്ചപ്പം ഇനി ഒന്നും ചെയ്യാൻ അവസാന അടവില്ലാതാകുമ്പോൾ അവന്തിക എന്താണ് തല കറങ്ങി അങ്ങ് വീണ് കാണിക്കുകയാണ്. അവന്തിക തല കറങ്ങി വീഴുന്ന കൊണ്ട് മാത്രം കല്യാണത്തിനൊന്നും സംഭവിക്കുന്നില്ല. ഇനിയും അടുത്ത വലിയ ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് അവന്തിക ആണെങ്കിൽ പെട്ടെന്ന് എന്താണ് ചക്ക വെട്ടി വീണ പോലെ അങ്ങ് വീഴാണ്. അപ്പോഴത്തേക്കും ധനുഷ് ഇവള് തന്നെ പാര തന്നെന്ന് ധനുഷ് ചിന്തിക്കുമ്പോഴത്തേക്കും സ്നേഹ ആ മണ്ഡപത്തിൽ നിന്ന് എണീക്കാൻ പോകുന്ന സ്നേഹയുടെ കൈ പിടിച്ച് ഈ ധനുഷ് അവിടെ അങ്ങ് ഇരുത്തുവാണ്. സ്നേഹയെ പോകാൻ വിടുന്നത്. മണ്ഡപത്തിൽ ഇരുന്ന സ്നേഹയെ വധുവായി ഇരുന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകാൻ പോലും ഇവൻ സമ്മതിക്കില്ല. ഇവനോ അത് നോക്കുന്നില്ല. അപ്പോൾ അവധിക്ക് മനഃപൂർവ്വം തന്നെ അഭിനയിച്ച് കിടക്കും. അപ്പോൾ ആരും വിളിച്ചിട്ട് എണീക്കില്ല. അപ്പോഴത്തേക്കും നേരെ ആനൊക്കെ വന്നിട്ട് ചേച്ചി 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 എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് സേതുമാധവനും നന്ദനും എല്ലാം മണ്ഡപത്തിൽ ഇറങ്ങി വന്നു. കാരണം അവധിക്കുമില്ല. അപ്പോഴത്തേക്കും താലി കെട്ടുന്ന കാര്യം ഇവരെല്ലാവരും കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ മറന്ന്. ഇന്നേരം അയ്യോ മോളെ അവന്തിക്ക് എന്ത് പറ്റിയെന്നൊക്കെ സേതുമാധവൻ്റെ വക. അതുപോലെ തന്നെ അവന്തിക്ക് എന്ത് പറ്റിയെന്ന് നന്ദൻ നോക്കി നിൽക്കാനും ഈ അരക്കയുടെ ഒടുക്കത്തെ കരച്ചിൽ എല്ലാ ആയിട്ടും അവന്തിക്ക് അവിടെ തന്നെ പമ്മി പതുങ്ങി കിടക്കുവാണ്. ഇപ്പോഴൊന്നും ഞാൻ എണീക്കത്തില്ലടാ, എന്തായാലും മുഹൂർത്തം തെറ്റിച്ചിട്ടേ എണീക്കത്തുള്ളൂ എന്ന് അവന്തികയുടെ വശത്ത് അവന്തിക അവിടെ നിൽക്കുന്നത് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന അവിടെ എന്താണ് നേരെ ആ സമയത്തേക്ക് നമ്മുടെ ഈ പോലീസിൻ്റെ ആൾക്കാരെല്ലാവരും വന്നു കഴിഞ്ഞ് അവിടെ. അപ്പോഴത്തേക്ക് മിന്നൽ ബിജുവിനോട് ചോദിക്കുന്നുണ്ട് ആരാടാ നിന്നെ ഈ സംഘത്തിലേക്ക് അയച്ചത്, ഈ സജിയെ തട്ടിക്കൊണ്ട് പോയതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ ലാസ്റ്റ് അവൻ പറയുന്നുണ്ട് ധനുഷ് സാറാണ്, നെല്ലിശ്ശേരിയിലെ ധനുഷ് സാറാണ് ഇതിൻ്റെയൊക്കെ പിറകെന്നുള്ള കാര്യം അവിടെ അപ്പോഴത്തേക്കും പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞ്. ഇവിടെ ലാസ്റ്റ് എന്താണ് അവന്തിക്ക് ലാസ്റ്റ് വെള്ളം കുടഞ്ഞപ്പോൾ ലാസ്റ്റ് അവന്തിക്ക് എണീക്കുമ്പോൾ അവന്തിക്ക് എണീക്കുമ്പോഴത്തേക്കും തന്നെ ഈ ധനുഷിൻ്റെ അച്ഛനെന്ന് അഭിനയിക്കുന്ന ഒരുത്തനുണ്ടല്ലോ ആ കള്ളുകൂടിയൻ, അവൻ പറയുന്നുണ്ട് ഇനി മുഹൂർത്തത്തിന് സമയമായി, ഇനി നമുക്ക് വെച്ച് താമസിക്കേണ്ട, ഉടൻ തന്നെ കെട്ട് നടത്താമെന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് എന്താണ് വീണ്ടും കെട്ട് നടത്താനായി എല്ലാവരും കുറ്റിയും പറിച്ചുകൊണ്ട് നേരെ മണ്ഡപത്തിൽ പോകുന്നതാണ് കാണിക്കുന്നത്. ഈ എന്താണ് ഉണർന്ന് കഴിയുമ്പോഴത്തേക്കും കാണുന്നത് വീണ്ടും എന്താണ് ധനുഷുമായിട്ടുള്ള കല്യാണം നടക്കാൻ നിൽക്കുന്ന തന്നെയാണ് കാണുന്നത്. അപ്പോഴത്തേക്കും ധനുഷിൻ്റെ ആ ഒരു എക്സ്പ്രഷനെല്ലാം കണ്ടിട്ട് അവന്തിക്ക് വീണ്ടും ടെൻഷനാണ്. ഇനി കല്യാണം മുടക്കാൻ ഇനി വേറൊരു മാർഗ്ഗമില്ല. അവന്തിക്ക് ഉടൻ തന്നെ ഫോൺ നോക്കുക, ഇവളെങ്ങാനും വീഡിയോ കണ്ടിട്ടുണ്ടോ, എവിടുന്ന് അർച്ചന ഈ വീഡിയോ ഒന്നും കാണാൻ അർച്ചനയ്ക്ക് സമയമില്ല. അർച്ചന ഇപ്പോഴാണ് സച്ചിയുടെ കയ്യിൽ നിന്ന് കെട്ടൊക്കെ ഊരി വിട്ടൊന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത് തന്നെ. അപ്പോഴത്തേക്ക് രാജമല്ലികയുടെ മുന്നിൽ വെച്ച് ഈ മിന്നൽ ബിജു സർവ്വ കാര്യങ്ങൾ കൺഫേസ് ചെയ്ത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. അതായത് നെല്ലിശ്ശേരിയിൽ ധനുഷ് സാറാണ് ഈ ഒരു കൊട്ടേഷൻ തന്നതെന്നും സച്ചി സാറിനെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞ് ഇന്ന് സാറിൻ്റെ കല്യാണം കഴിയുന്നവരെ ഇവിടെ പിടിച്ച് വെച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. കാരണം സാറിൻ്റെ അനിയത്തിയുമായിട്ടുള്ള കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഈ സച്ചി സാറ് പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി തന്നെ സച്ചി സാറിനെ ഇവിടെ കിഡ്നാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് ധനുഷ് സാറാന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അർച്ചന വയ്ക്കുമോ, അങ്ങനെ ധനുഷ് സാർ ഒറ്റയ്ക്കൊന്നും ആവത്തില്ല, ധനുഷ് സാറിൻ്റെ കൂടെ മറ്റൊരാളും കൂടെ കാണുമല്ലോ, അയാളുടെ പേരെന്താ പറയുക ചോദിക്കുമ്പോഴത്തേക്കും ഇവ പറയുന്നത് അല്ല ധനുഷ് സാർ ഒറ്റയ്ക്കാണ്. അങ്ങനെ അവന്തികയുടെ പേര് ഈ ഒരു കളിയിൽ നിന്ന് അങ്ങ് എസ്കേപ്പ് ആയി കഴിഞ്ഞു. കേട്ടപ്പോഴത്തേക്കും സച്ചിക്ക് അല്ലെങ്കിൽ തന്നെ സച്ചി കേട്ട് കഴിഞ്ഞു ധനുഷാണ് ഇതിൻ്റെ പിറകിൽ നിന്നൊക്കെ സച്ചിയുടെ അടുത്ത് മുന്നേ തന്നെ ഇവൻ പറഞ്ഞല്ലോ. അപ്പം സച്ചി പറയാം മാഡം ഞങ്ങൾക്ക് എത്രയും വേഗം ആ കല്യാണ മണ്ഡപത്തിൽ പോയി പറ്റുമല്ലോ, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ അനിയത്തിയും ഈ പറഞ്ഞ ധനുഷുമായിട്ടുള്ള കല്യാണം നടക്കും, അവൻ എൻ്റെ അനിയത്തിയുടെ കഴുത്തിൽ താലിയിട്ട് അതിന് മുന്നേ അവിടെ ചെന്ന് ഇത് തടയണമെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും പോലീസുകാർക്ക് പോലും തോന്നാത്ത ബുദ്ധിയാണ് നമ്മുടെ അർച്ചന പറയുന്നത്. അല്ല സച്ചിയേട്ടാ നമ്മളിതൊക്കെ ആദ്യം അച്ഛനെ വിളിച്ച് ഫോണിൽ പറയണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി നിന്നിരിക്കും, നമ്മൾ എത്തുമ്പോഴത്തേക്കും മുഹൂർത്തം കഴിഞ്ഞ് പോലും പോയി നിന്നിരിക്കും, താലി കേട്ട് നടക്കും. അപ്പോഴത്തേക്ക് അർച്ചന നേരെ ഫോൺ എടുത്തിട്ട് സേതുമാധവനെ ഡയൽ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പം അർച്ചന നേരെ ഈ വാട്സാപ്പിനകത്ത് വന്ന് ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണും. അപ്പോഴത്തേക്കും മാഡം ദേ ആരൊരു വീഡിയോ അയച്ചു ചെയ്യും, ധനുഷാണ് സച്ചിയേട്ടനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്കും ഈ പോലീസുകാർ വീഡിയോ നോക്കുമ്പോഴത്തേക്കും ധനുഷ് എന്താണ് ആ ഒരു മുണ്ടിൻ്റെ ആ ഒരു മടിയിൽ നിന്ന് എന്താണ് പൈസ എടുത്ത് ഈ പറയുന്ന ബിജുവിന് കൊടുക്കുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോഴത്തേക്കും ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം ഈ മിന്നൽ ബിജു പറഞ്ഞതിൽ ഒരു അല്പം പോലും കള്ളത്തരമില്ല എന്നുള്ള കാര്യമൊക്കെ പോലീസുകാർക്ക് മനസ്സിലായി. അപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് അച്ഛനെ സമയം വഹിക്കാതെ നേരെ സേതുമാധവനെ വിളിച്ചങ്ങ് പറയാം. അപ്പോൾ സേതുമാധവൻ്റെ ഫോണിലേക്ക് അർച്ചന എന്ന് കോൾ വരുന്നതുമാണ് ഈ പറയുന്ന ധനുഷ് എന്താണ് താലി കെട്ടാൻ വേണ്ടി താലി ജസ്റ്റ് തുടങ്ങി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് സേതുമാധവനോട് പറയുന്നുണ്ട് അച്ഛാ ഞാൻ സച്ചേട്ടനെ കണ്ടുപിടിച്ചു എന്ന് നമ്മുടെ അർച്ചന പറയുവാണ്. അപ്പോഴത്തേക്ക് കണ്ടുപിടിച്ച പോലെ സച്ചേട്ടനെ ആരും തട്ടിക്കൊണ്ട് പോയിക്കുന്നത്, സച്ചേട്ടനെ തട്ടിക്കൊണ്ട് പോയത് മറ്റാരും അല്ല അച്ഛാ ധനുഷാണ് തട്ടിക്കൊണ്ട് പോയി. അപ്പോൾ സേതുമാധവൻ ഇത് ധനുഷാണെന്ന് അറിഞ്ഞതും ഭയങ്കര എന്താണ് അങ്ങ് ഷോക്കായിപ്പോയി. ആ ഷോക്കിൻ്റെ നിമിഷത്തിൽ ധനുഷ് താലി കെട്ടാൻ നിൽക്കുവാണ്. അതായത് താലി അങ്ങോട്ടേക്ക് സ്നേഹയുടെ കഴുത്തി വെച്ചെന്ന് പറയാം. അപ്പോഴത്തേക്ക് സേതുമാധവൻ പറയാം നിർത്ത് ഇവിടെ നിർത്ത് കല്യാണം നിർത്തുന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് ധനുഷ് എന്താണ് താലി കയ്യിൽ നിന്ന് അങ്ങ് എടുക്കുവാണ്. അപ്പോഴത്തേക്കും ധനുഷിനാണെങ്കിൽ അങ്ങ് അടിവയറ് കത്തുന്ന പേടി. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അവന്തിക്ക് സന്തോഷം, എന്തായാലും പണി ഏറ്റ് ഉറപ്പായിട്ട് കല്യാണം മുടങ്ങിയെന്ന് അവന്തിക്ക് ഒരു മനസ്സിന് അപ്പോഴത്തേക്കും സമാധാനം വീണ്. അപ്പോഴത്തേക്കും അവന്തിയോട് എന്താണ് ഒന്നും പറയാൻ ആരുമില്ലല്ലോ, അവന്തിക്ക് ഹാപ്പിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അർച്ചനയുടെ അടുത്ത് സേതുമാധ പറയാം മോളെ നീ ബാക്കി പറ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ധനുഷിനെ ഭയങ്കര മുട്ടടി. സ്നേഹയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, ഈ നന്ദൻ പൊട്ടനും ഒന്നും മനസ്സിലാവും. അപ്പം സ്നേഹയും എല്ലാവരും
എന്താണ് ഒന്നും അറിയാതെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും അർച്ചന എന്താണ് ആ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ പറയുവാണ്, ഈ തട്ടിക്കൊണ്ട് പോയതും കാര്യങ്ങൾ. അപ്പോൾ സച്ചി എടുത്ത് ഫോൺ കൊടുക്കും. അപ്പോൾ സച്ചി എന്താണ്, സച്ചി തട്ടിക്കൊണ്ട് പോയത്, തലയ്ക്കടിച്ചത്, പിന്നെ അതിനുശേഷം സച്ചി ഇവിടെ കെട്ടിയിട്ടത് ധനുഷാന്ന് ഇവന്മാരെ സച്ചിയോട് പറഞ്ഞ കാര്യങ്ങൾ, അർച്ചന വന്ന് രക്ഷപ്പെടുത്താൻ നോക്കി അർച്ചനയ്ക്ക് നേരെ തോക്ക് വെച്ചത്, ഭീഷണിപ്പെടുത്തി അർച്ചനെ തല കൊണ്ടുവന്ന് ഇടിച്ചത്, എല്ലാം ഒന്നും വിടാതെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന അനുസരിച്ച് സേതുമാധവൻ എക്സ്പ്രഷൻ ഇവിടെ മാറിക്കൊണ്ടിരിക്കുക. കടുത്ത ദേഷ്യത്തിൻ്റെ ഭാവത്തിൽ നിൽക്കുന്ന സേതുമാധവനെ കാണുന്നത്. അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവും. ധനുഷാണെങ്കിൽ പേടിച്ചിരിക്കുക, ഇവിടെ നിന്ന് ഇനി ഇറങ്ങി ഓടണോ അതോ ഇവിടെ തന്നെ ഇരിക്കണോ, ഇനി ഇവരാരും നിൽക്കുന്നതിന് മുന്നേ തന്നെ സ്നേഹയുടെ കരുതി പെട്ടെന്ന് ചാടിക്കയറി താലി കെട്ടിയാലോ, ഒന്നും അറിയാത്ത അവസ്ഥയ്ക്ക് അവിടെ ധനുഷ് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ലാസ്റ്റ് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു വീഡിയോ വന്ന കാര്യം ധനുഷ് തന്നെയാണെന്നുള്ള കാര്യം പറയുമ്പോൾ ഈ വീഡിയോ നേരെ സേതുമാധവൻ അങ്ങ് അയച്ചു കൊടുക്കും. അപ്പോൾ സേതുമാധവൻ വാട്സാപ്പിൽ ഈ വീഡിയോ കൂടെ പ്ലേ ചെയ്ത് കാണുമ്പോഴത്തേക്കും ധനുഷ് നിൽക്കുന്നതും ധനുഷ് എന്താണ് ആ പറയുന്നത് മിന്നൽ ബിജുവിൻ്റെ അങ്ങോട്ടേക്ക് സൂം ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ മിന്നൽ ബിജുവിൻ്റെ കയ്യിലേക്ക് ധനുഷ് പൈസ കൊടുക്കുന്നു. ഈ വീഡിയോയ്ക്കകത്ത് സർവ്വ കാര്യങ്ങളും തെളിവ് സഹിതം തന്നെ, ഇത്രയും നാളത്തെ പ്രശ്നം തെളിവില്ല എന്നാണല്ലോ. അങ്ങനെ അവസാനം കല്യാണത്തിന് താലി കിട്ടുന്ന നിമിഷത്തിൽ അവസാനം അർച്ചനയുടെ കൈ ഒപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും അവന്തിക്കായി തന്നെ തൻ്റെ രക്ഷയ്ക്ക് അർച്ചനയെ മുൻനിർത്തി തന്നെ ഈ തെളിവുകൾ സേതുമാധവൻ്റെ കണ്ണി കാണുവാണ്. അപ്പോഴത്തേക്കും സേതുമാധവൻ അങ്ങ് എന്താണ് പറയുകയാണ്, ഈ കല്യാണം ഇവിടെ നടക്കത്തില്ല. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്ന കാണിച്ചാണ് ഇനി അടുത്ത മാംഗല്യ എപ്പിസോഡിൻ്റെ കംപ്ലീറ്റ് എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുമോ, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻസും ഷെയർസും ഇടാനൊന്നും ആരും മറക്കണ്ട കേട്ടോ. ബൈ.